ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ലീഗുകളിലൊന്നായി വാഴ്ത്തപ്പെട്ടിരുന്ന IPL അഥവാ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഒരു ഡൊമസ്റ്റിക് ലീഗ് എന്നതിനേക്കാൾ ഉപരി ഇന്നും ഒരു ഇന്റർനാഷണൽ നിലവാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലീഗ് IPL ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി വളരെ മികച്ചൊരു ലീഗായിരുന്ന IPL ഇന്ന് ബോളർമാർക്ക് ഒരു ഡെത്ത് ആയിട്ടുള്ള പറമ്പ് അല്ലെങ്കിൽ ഒരു ശവപ്പറമ്പാണ് എന്ന് പറയാം അല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 എന്ന് പറഞ്ഞൊരു ടോട്ടല് അത്രമാത്രം വലിയൊരു ടോട്ടൽ അല്ലാത്ത ഏതൊരാൾക്കും നിസ്സംശയം എത്തിപ്പിടിക്കുവാൻ കഴിയുന്നൊരു ടോട്ടലായിട്ട് മാറുന്നൊരു കാഴ്ച. 200 കടക്കാത്ത മത്സരങ്ങൾ കുറവാണ്. ഗ്രൗണ്ട് ചെറുതായി വരുന്നു, പിച്ചുകൾ ഫ്ലാറ്റ് ആകുന്നു. ഒരു കാലഘട്ടത്തിൽ വളരെ മികച്ച ബോളേഴ്സും ബാറ്റ്സ്മാൻമാരും നിറഞ്ഞാടിയിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു IPL മൈതാനങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ സേവാഗും ബ്രണ്ടമക്കലും ക്രിസ് ഗെയിലും ഒക്കെ അടിച്ചൊരു അടി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അന്ന് ക്രിസ് ഗെയിലും സെവാഗും ബ്രണ്ടമക്കലും ഒക്കെ അടിച്ചാടിയാണ് ഇന്ന് വരുന്ന എല്ലാവരും അടിക്കുന്നത് എന്നുള്ളതാണ് യാത്ര. ബാറ്റ്സ്മാൻമാർ കൂടുതൽ 2020 ഫോക്കസ് ആയി. മോർ ഓവർ IPL നിങ്ങൾക്ക് അറിയാം, ഒരു ബിസിനസ് മേഖലയാണ്, ഒരുപാട് ക്യാഷും അറിയുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ IPL കാണികൾ കൂടുതലായിട്ട് മത്സരങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ റൺസ് വേണം എന്നുള്ളൊരു അറിവ് അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതി എല്ലാവരിലേക്കും വന്നു. അത് ഒബ്വിയസ്ലി IPL നടത്തിപ്പുകാരിലേക്കും എത്തിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ പിച്ചുകൾ കൂടുതൽ ഫ്ലാറ്റ് ആക്കുന്നതിനും ഗ്രൗണ്ടുകളുടെ വലിപ്പം കുറയുന്നതിനൊക്കെ അത് കാരണമായി. മോറോവർ കൂടുതൽ റൺസ് വരിക എന്നുള്ളത് പോസിബിളായി. കഴിഞ്ഞ 2 സീസണുകൾ എടുത്തു കഴിഞ്ഞാൽ അടിച്ച ബൗണ്ടറികളുടെ എണ്ണവും അടിച്ച സിക്സുകളുടെ എണ്ണവും എറിഞ്ഞ ഡോട്ട് ബോളുകളുടെ എണ്ണവും 200 കടന്ന മത്സരങ്ങളുടെ എണ്ണവും നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാകും ഇത് എത്രത്തോളം അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 2 സീസണുകളിൽ ഏകദേശം 29, 37 തവണയൊക്കെ 200 മുകളിൽ സ്കോർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന് മുൻപുള്ള സീസണുകളിൽ വളരെ വിരലിലെണ്ണാവുന്ന സമയങ്ങളിൽ മാത്രമേ 200 മുകളിലേക്ക് ടീമുകൾ സ്കോർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? 200-ലധികം റൺസ് അടിച്ചു കഴിഞ്ഞാലും ടീമുകൾ ജയിക്കാത്തൊരവസ്ഥ. 200 മുകളിൽ റൺസ് ചേസ് ചെയ്യുന്ന വളരെ അനായാസമായി. പണ്ടൊരു കാലഘട്ടത്തിൽ 150+ എന്ന് പറയുന്നത് മികച്ചൊരു സ്കോറും 180+ ഒരു വിന്നിങ് ടോട്ടലും 200+ എന്ന് പറയുന്നത് ഷുവറായിട്ട് വിൻ ചെയ്യുന്നൊരു ടോട്ടലുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് 200 അല്ല 230 അല്ല 250 അടിച്ചാലും എതിർ ടീം അടിക്കുമോ എന്ന് പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിന്ന് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത്തരം പിച്ചുകളുടെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടാ. ഇവിടെ യഥാർത്ഥത്തിൽ പെടുന്ന ആരാ? ബോളേഴ്സ്. ഇപ്പൊ നമ്മുടെ IPL കളിക്കുന്ന ബോളേഴ്സിനോടൊക്കെ ഇതാണ്ട് ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയായിരിക്കും. മികച്ച ബോളേഴ്സിന് അത്രമാത്രം നിലവാരമുള്ള ബോളേഴ്സിന് മാത്രമേ പിടിച്ചേക്കാൻ പറ്റുന്നുള്ളൂ. എസ്പെഷ്യലി ബുംറയൊക്കെ പോലെ ലോക 1-ാം നമ്പർ ബോളറായിട്ടുള്ള ബുംറയെ പോലെയുള്ളൊരു ബോളർക്ക് തന്നെ IPL ഇങ്ങനെയൊക്കെ പിടിച്ചേക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വേരിയേഷൻസും ഉണ്ടാ. പിന്നെ അത്രമേൽ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന അധികം ബോളേഴ്സൊന്നും ഇല്ല, വളരെ ചുരുക്കമാണ്. ഒരു കാലഘട്ടത്തിൽ റാഷിദ് ഖാൻ വളരെ മികച്ച രീതിയിൽ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ റാഷിദ് ഖാൻ അടക്കം അടി വാങ്ങുന്നുണ്ട്. അത് മേ ബി മറ്റ് റീസൺസ് ഉണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയാം, ആകമൊത്തം എടുത്തു നോക്കുമ്പോൾ എല്ലാ ബോളേഴ്സും അടി വാങ്ങുന്നുണ്ട്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ക്രിക്കറ്റിന്റെ മനോഹാരിതയെ ആക്ച്വലി ഇത് അത്രമേൽ നല്ല രീതിക്കൊന്നുമല്ല സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. സോ നല്ല മാച്ചസ് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം അടിച്ചടിച്ച് എല്ലാ കളി 200+ ആണ്. പക്ഷേ നല്ല മാച്ച് കണ്ടിരിക്കാൻ രസമാണ് എന്നതിനേക്കാൾ അപ്പുറം ക്രിക്കറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് മനോഹാരിത ഉൾക്കൊള്ളുന്ന വളരെ മികച്ച മത്സരങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടത്തെ IPL തന്നെയാണ് ബെറ്റർ എന്നെനിക്കിപ്പം തോന്നുന്നു. എനിവേ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്? സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.